3 फाउंडेशनल आइडियाज हैं। मोदी जी ने अपने भाषण में एक दिन कहा कि हिंदुस्तान ने किसी पर आक्रमण नहीं किया। उसका कारण है क्योंकि यह देश अहिंसा का देश है, यह देश डर का देश नहीं है। तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की, डर मिटाने की बात की। डरो मत, डराओ मत, डरो मत, डराओ मत। और दूसरी तरफ शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं। और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए, सत्य से नहीं डरना चाहिए। अहिंसा हमारा प्रतीक है। अभय मुद्रा ऐसे कीजिए, ऐसे कीजिए, अभय मुद्रा। नहीं आएगा। प्राइम मिनिस्टर will not speak. प्राइम मिनिस्टर बात समझिए, आप बात समझिए। ये इसलिए चिल्ला रहे हैं क्योंकि तीर जाके दिल में लगा है, दिल में जाके तीर लगा है, इसलिए ये चिल्ला रहे हैं। देखो चुप हो गए, देखिए स्पीकर साहब चुप हो गए सब। माननीय आप प्रतिपक्ष के नेता हैं, किसी की भावनाओं को ठेस नहीं पहुंचे, सर मुझे बोलने में ध्यान रखना चाहिए। ये जो ये विषय बहुत गंभीर है, पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है। ഭയപ്പെടരുത് ഭയപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് അഭയമുദ്ര കാട്ടി ലോക്സഭയിൽ കത്തിക്കയറിയ രാഹുൽ ഗാന്ധിക്ക് നേരെ ഹിന്ദുക്കളെ അപമാനിച്ചെന്ന ആരോപണം ഉയർത്തി പ്രധാനമന്ത്രിയും മന്ത്രിമാരും. നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പരമശിവന്റെയും ഗുരുനാനാക്കിന്റെയും ചിത്രങ്ങളും ക്രൈസ്തവ, ഇസ്ലാം, ബുദ്ധ, ജൈന മതങ്ങളിലെ സത്യം, അഹിംസ പരാമർശങ്ങളുമായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ചെന്നെത്തിയത് ഹിന്ദുക്കൾ എന്നവകാശപ്പെടുന്നവർ അക്രമം, വെറുപ്പ്, അസത്യം ഇവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന വാചകത്തിൽ. ഇതോടെ പ്രധാനമന്ത്രി ഇടപെട്ട് ഹിന്ദുക്കളാകെ അക്രമകാരികളെന്ന് രാഹുൽ പറഞ്ഞെന്ന് ആരോപിച്ചു. ഈ അപമാനം ഗൗരവമുള്ളതാണെന്ന് മോദി പറഞ്ഞതോടെ രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷായും ഭരണപക്ഷ എംപിമാരും. മോദിയോ BJPയോ RSSോ അല്ല ഹിന്ദുക്കളെന്ന് തിരിച്ചടിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന്റെ കന്നി പ്രസംഗത്തിൽ മതം അതിപ്രസരമായോ? മോദിയെ മറുപടി പറയിക്കാൻ നിർബന്ധിതനാക്കിയ രാഹുലിന്റെ വിജയമോ ലോക്സഭയിൽ കണ്ടത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു രാഹുൽ ആയുധമാക്കിയ അഭയമുദ്ര. ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണു, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, രാഹുലിന്റെ പ്രസംഗത്തെക്കുറിച്ച് മിക്സഡ് റിയാക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഉദയം ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. അതേസമയം തന്നെ ഈ മതചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടിയത് ഒരു പക്വതക്കുറവിന്റെ കാര്യമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ രീതിയിലാണോ BJPയെയും NDAയെയും നേരിടേണ്ടത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ
ഈ കന്നി പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്, അതോ ഈ രീതിയിലായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം മുഴുവൻ കേൾക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ഗവൺമെൻറ്റിനെ നന്നായിട്ട് ആക്രമിക്കാനുള്ള പക്വത കാണിച്ചെങ്കിലും മറുവശത്ത് മതത്തിൻ്റെ പ്രശ്നം എടുത്തിട്ടതാണ് ഇത്രയും വിവാദമാകാൻ കാരണം. ഇപ്പോൾ മണിപ്പൂരിനെക്കുറിച്ചോ നീറ്റ് പരീക്ഷയെക്കുറിച്ചോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി ഞാൻ ദൈവികമായി ഉണ്ടായതാണ് എന്ന് ബയോളജിക്കലല്ല, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന യുക്തിയും ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ അഗ്നിവീറിനെക്കുറിച്ച് പറഞ്ഞ കാര്യം, അതെല്ലാം നയപരമായ കാര്യങ്ങളാണ്. അതാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് കൂടുതൽ കേൾക്കേണ്ടത്. അത്തരം ഭാഗങ്ങൾ ഉയർത്തിക്കാട്ടുകയും ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ തിരിച്ചടികൾ, അത് വിമർശനങ്ങൾ, അത് ഉയർത്തിക്കാട്ടുന്ന ആ ഒരു പരിശ്രമം ഒരു വശത്ത് നിന്നപ്പോൾ മറുവശത്ത് മതചിഹ്നങ്ങൾ കാണിച്ചത് അതൊരു പക്വതയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് പരമശിവന്റെ ചിത്രവും ബാക്കി ഗുരുനാനാക്കിൻ്റെ ചിത്രവും മറ്റ് മതചിഹ്നങ്ങളുമെല്ലാം പരോക്ഷമായിട്ടും നേരിട്ടും എല്ലാം കാണിച്ചപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വിവാദ വിഷയം. കാരണം നമ്മുടെ നാട് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇപ്പോഴും മതജാതി വോട്ട് ബാങ്കുകളിൽ നിന്ന് ഒട്ടും മോചിതരല്ല നമ്മൾ. പക്ഷേ ഇതേ കാര്യം തന്നെ വീണ്ടും എത്രയൊക്കെ ന്യായം പറഞ്ഞാലും ഒരു മതവികാരം പൊട്ടിപ്പുറകാൻ ഇതൊക്കെ ധാരാളം മതി. അപ്പോൾ അത്തരം വസ്തുത്തിൽ യുക്തിപരമായ നയപരമായ കാര്യങ്ങളിലാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഒത്തിരി മേഖലകൾ ഉണ്ട് താനും, അത് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചർച്ച വന്ന് ഇതിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഫോക്കസ്, അതിൻ്റെ കേന്ദ്രീകരണം മറ്റൊരു രീതിയിലേക്ക് മാറി. അതോടൊപ്പം തന്നെ മറുവശത്ത് നമുക്കറിയാം BJP അതെങ്ങനെ ഏറ്റെടുക്കുമെന്നും ഇതൊരു പക്ഷേ തിരിച്ചടിയായി ഒരു ബൂമറാങ് ചെയ്യാതെ എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നു. എന്നാൽ മറുവശത്ത് ഹിന്ദുക്കൾ ആക്രമണകാരികളാണ് എന്നുള്ള ധ്വനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ഇപ്പോൾ ചുരുക്കത്തിൽ ഇത് വീണ്ടും നമ്മളെ പരമ്പരാഗതമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ ആവശ്യമില്ലല്ലോ. രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദുക്കൾ അക്രമകാരികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഡിറ്റ് നിന്ന് ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലായി രാഹുലിന്റെ പ്രസംഗം എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, നരേന്ദ്രമോദി അല്ല ഹിന്ദുക്കൾ, BJP അല്ല, RSS അല്ല ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. ഇക്കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് എന്താണോ ഈ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും പറയുന്നത് അതേ കാര്യങ്ങൾ തന്നെ ലോക്സഭയിൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി. അപ്പോൾ അതിൽ എങ്ങനെ തെറ്റു പറയുവാൻ കഴിയും? താങ്കൾ ഉദ്ദേശിച്ച ഇത്തരം ഒരു ക്യാമ്പയിനിങ് സ്വഭാവത്തിലേക്ക് ഇത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പം തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോൾ അയോധ്യയ്ക്ക് പോലും വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ, കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വഴിതെറ്റി വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ മൊബിലൈസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഹിന്ദു വികാരം എന്നുള്ളത് അത് BJP എത്ര ശക്തമായിട്ട് ഉയർത്തിയിട്ടുണ്ട്, അതിൽ തന്നെ അഗ്രസീവായിട്ടുള്ള വികാരം ഉയർത്തിയിട്ടുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള വികാരം ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം ആശയങ്ങളുള്ളപ്പോൾ BJP അല്ല ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു 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 പക്വതയാർന്ന ഒരു ചർച്ചയ്ക്ക് നയപരമായ കാര്യങ്ങൾക്കാണ് പ്രസക്തി. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങൾ, ഗവൺമെൻറ് വീഴ്ചകൾ, മണിപ്പൂർ സംഭവം, അതൊക്കെ പറയണം, തീർച്ചയായിട്ടും പറയണം. അഗ്നിവീറിൽ ഞങ്ങൾ വന്നാൽ മാറ്റും, അതൊക്കെ കറക്റ്റായിട്ടുള്ള പൊസിഷൻസ് എടുക്കാം, എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ജാതിയും മതവും, പ്രത്യേകിച്ച് ഇപ്പോൾ സംവരണം വരുമ്പോൾ ജാതി പറയാതിരിക്കാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പോഴും വിവാദമുണ്ട്. പക്ഷേ അതിനേക്കാൾ കത്തുന്നൊരു വിവാദമല്ലേ ഇപ്പോൾ പറഞ്ഞത്? അപ്പോൾ ഇതിന് മറുവശത്ത് BJP സംഘടിപ്പിച്ച ആ രീതിയിൽ, കാരണം അവർക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ BJPയുടെ മനസ്സിലാക്കുന്ന കാര്യം ഹിന്ദു വികാരം അതിനെ വിഘടിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളല്ല ഹിന്ദു എന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് ഒരു മോഡറേറ്റ് ഹിന്ദുത്വ ആശയത്തിലേക്ക് രാഹുൽ ഗാന്ധിയും പോകുന്നു. ഇല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് നിങ്ങൾ എവിടെ നിൽക്കുന്നു? അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷനിലേക്ക്, മതപരമായ ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷനിലേക്ക് പാർലമെൻറ്റിലെ ചർച്ച ഒഴിവാക്കുന്നതാണ്
പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ഭൂരിപക്ഷ വർഗീയത മറുവശത്ത് ശക്തിപ്പെടും. ഇത് എനിക്ക് തോന്നുന്നത് സാമാന്യ ബുദ്ധിയിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിനകത്ത് എന്തൊക്കെ യുക്തിയും ചരിത്രവും ഒക്കെ പറഞ്ഞാലും ഈ അടയാള മുദ്രകളൊക്കെ കാണിച്ചിട്ട് ആരാണ് ഹിന്ദു എന്ന വികാരം എന്നല്ല ഹിന്ദു എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ തീർച്ചയായും അവരും ചോദിക്കില്ലേ, മറുവശത്തും ചോദിക്കില്ലേ. അപ്പോൾ ചുരുക്കത്തിൽ പോളിസി ഡിസ്കഷനിൽ നിന്ന് മാറി കുറച്ചുകൂടി ഇമോഷണലായിട്ടുള്ള വൈകാര്യപരമായ കാര്യങ്ങളിലേക്ക് ഈ ചർച്ച വഴിതെറ്റിപ്പോയില്ലേ എന്ന് സംശയിക്കുന്നു. ആ നിലയ്ക്കാണ് ഇന്നത്തെ ചർച്ച കൂടുതൽ വിവാദമായത്. കാരണം ഈ വിവാദം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ മറുപടിയിലും ശക്തമായതിലും മറുപടി ഉണ്ടാകും. കാരണം ഇക്കാര്യത്തിൽ ഈ വർഗീയത കളിക്കാൻ ആർക്കും മോശമല്ലല്ലോ ഈ രാഷ്ട്രീയത്തിൽ. അത് പൊതുമൈതാനത്ത് ചെയ്യുന്നതും പാർലമെൻറ്റിനകത്ത് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ എംബറാസിങ് ആകുന്നത്, ഒരു പ്രതിരോധത്തിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് അതിൽ മടി കാണിക്കുമെന്ന്. കാരണം ബി ജെ പി മതപരമായ കാര്യങ്ങൾ പറയാൻ ഒരിക്കലും വൈക്ലഭ്യം കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് ശക്തിയായിട്ട് തന്നെ തിരിച്ച് പ്രയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പാർലമെൻ്ററി സംവിധാനത്തിൽ നല്ലൊരു പക്വതയാർന്നൊരു ജനാധിപത്യത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ഇത്തരം ചർച്ചകൾ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആരോഗ്യപരമായ ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും നയങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും മറ്റ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റിന് അഴിമതി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു ആരോഗ്യപരമായൊരു ജനാധിപത്യ സംവിധാനം വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ സേനാപതി വേണു, ഡോക്ടർ ജി ഗോപകുമാറിന്റെ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കുറച്ചുകൂടി പക്വത ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി കാണിക്കേണ്ടതായിരുന്നുവെന്ന്, ഈ രീതിയിലുള്ള ഒരു ആയുധം ബി ജെ പിക്ക് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന്. അല്ല, ഗോപകുമാർ സാറിന്റെ പരാമർശത്തെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മതപരമായോ അല്ലെങ്കിൽ മതത്തെ ബന്ധിപ്പിക്കുന്നതോ ആയ ഒരു പരാമർശവും ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തിപരമായിട്ട് നടത്തിയിട്ടില്ല. അത് സാന്ദർഭികമായിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ. ഇന്നത്തെ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഇതിഹാസവുമായി കൂട്ടിക്കലർത്തിയാൽ, അദ്ദേഹം അഭയമുദ്രയാണല്ലോ കാണിച്ചത്, അത് വായിച്ചാൽ മഞ്ജുഷെ നമ്മള് ശിവതാണ്ഡവം എന്നും കാളിയ മർദ്ദനം എന്നൊക്കെ പറയുന്നത്, അതായത് കാളിയന്റെ അഹങ്കാരത്തിന്റെ മസ്തിഷ്കത്തിൽ ശ്രീകൃഷ്ണൻ നടത്തിയ ആ കാളിയ മർദ്ദനമുണ്ടല്ലോ, ഇത് ഈ ഹിന്ദുത്വ അജണ്ടയുടെ പേരിൽ ചിലരൊക്കെ നടത്തിയ ആ അഹങ്കാരത്തിന്റെ മസ്തിഷ്കത്തിൽ യഥാർത്ഥത്തിൽ ഇന്നൊരു കാളിയ മർദ്ദനമാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അദ്ദേഹം ശിവപെരുമാളിന്റെ അഭയമുദ്ര ചൂണ്ടിക്കാണിച്ചു, ഗുരുനാനാക്കിന്റെ ഗുരുഗ്രന്ഥ സാഹിബിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പരാമർശിച്ചു, അദ്ദേഹം ഖുറാനെ കുറിച്ച് പരാമർശിച്ചു. ഈ പരാമർശത്തിലെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്താണ്? അടിസ്ഥാനപരമായി ഭാരതത്തിന്റെ ദേശീയതയും ഭാരതത്തിന്റെ നയവും എന്ന് പറയുന്നത് അത് അഹിംസയിൽ അധിഷ്ഠിതമായതാണ്. ആ അഹിംസയിൽ അധിഷ്ഠിതമായ ഭാരതത്തിൽ ഹിംസയെ അല്ലെങ്കിൽ വെറുപ്പിനെ, വിദ്വേഷത്തെ മതത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ആ മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ഒരു ഡിഫൻസ്, അത് മാത്രമേ അതിനെ കാണിക്കേണ്ടതായിട്ടുള്ളൂ. 1.5 മണിക്കൂർ നേരം അദ്ദേഹം നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവില്ലാത്തതിന്റെ ഒരു കുറവും, ആ 10 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിച്ചത് മുഴുവനാണ് ശ്രീ രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ന് പാർലമെന്റിൽ പുറത്തു വന്നത്. എന്താ പ്രധാനമന്ത്രി ഇതിനകത്ത് പറഞ്ഞത്? പൂരാ ഹിന്ദു സമാജ്ക്കോ അപമാൻ കിയ, ഒരു ഹിന്ദു സമാജത്തെയും ഹിന്ദു സമൂഹത്തെയും അപമാനിച്ചിട്ടില്ല അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതെന്താ? 24 മണിക്കൂർ ഞങ്ങൾ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ അട്ടിപ്പേർ അവകാശവും മൊത്ത കച്ചവടവും അതിന്റെ അവകാശവുമായിട്ട് നടക്കുന്ന ചില ആളുകൾ, അവർ പ്രചരിപ്പിക്കുന്ന വിദ്വേഷം, അവർ പ്രചരിപ്പിക്കുന്ന ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ, അതിനെ എന്താ പറഞ്ഞേ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സൂചിപ്പിച്ചു അല്ലെങ്കിൽ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹം ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്കോ അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലോ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ 1 മണിക്കൂർ 25 മിനിറ്റും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ ഇത് എന്താ പറഞ്ഞേ, ശിവ പെരുമാളിന്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ ഒരു 2-3 കാര്യം ഒരു 5 മിനിറ്റ് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ഈ ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങളെ എതിർക്കുന്ന പ്രസംഗങ്ങളല്ലേ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയത്. അതായത് പക്വതയാർന്ന ഒരു പ്രതിപക്ഷ നേതാവിന് 10 കൊല്ലത്തിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങളെല്ലാം
ആ അമ്പുകളെല്ലാം കുറിക്കു കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നുള്ളതാണ്. ആരൊക്കെയാ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമിത്ഷാ 5 പ്രാവശ്യം തടസ്സവാദവുമായിട്ട് എഴുന്നേറ്റു. പ്രധാനമന്ത്രി 3 പ്രാവശ്യം തടസ്സവാദവുമായിട്ട് എഴുന്നേറ്റു. കിരൺ റിജിജു 7 പ്രാവശ്യം തടസ്സവാദവുമായിട്ട് എഴുന്നേറ്റു. ബഹുമാന്യനായ സ്പീക്കർ തന്നെ എത്രയോ പ്രാവശ്യം അദ്ദേഹം തടസ്സങ്ങളുമായിട്ട് എഴുന്നേറ്റു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പാർലമെന്റിൽ ഇന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ 1.5 മണിക്കൂർ പ്രസംഗം, ആ പ്രസംഗം അദ്ദേഹം എന്തൊക്കെ ഈ ഗവൺമെന്റിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചോ ആ കാര്യങ്ങളെ വളരെ ഭംഗിയായി അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോ ശ്രീ ഗോപകുമാർ സാർ ഉയർത്തിയ ഈ വിവാദത്തെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞാനും നിങ്ങളുമൊക്കെ മഞ്ജുഷയൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലേ, ഒരു രാത്രി 8 മണിക്ക് നിങ്ങൾ ഈ രാജ്യത്തെ നോട്ടുകൾ മുഴുവൻ നിരോധിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ തീവ്രവാദം തടയാൻ പോവുകയാണ്, കള്ളപ്പണം തടയാൻ പോവുകയാണ്, അത് തടയാൻ പോവുകയാണ്, അതിർത്തിയിലൂടെ വന്നിരിക്കുന്ന കണ്ടെയ്നറിലൂടെ പണം ഞങ്ങൾ തടഞ്ഞിരിക്കുന്നു. കൊല്ലം എത്രയായി? നിങ്ങൾ ഇന്ന് വരെ എത്ര കള്ളപ്പണം പിടിച്ചു? അല്ലെങ്കിൽ നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്തിനുണ്ടായ നേട്ടം അതൊന്നും ഈ രാജ്യത്ത് ഒരാൾക്കും സംസാരിക്കാൻ ഇപ്പൊ അവകാശമില്ലല്ലോ. അതൊക്കെ ചോദിച്ചു. എപ്പോഴാ ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഇവിടെ നടക്കുന്ന നീറ്റ് പരീക്ഷ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ, അദ്ദേഹം പറഞ്ഞല്ലോ ഈ പരീക്ഷയെ നിങ്ങൾ കമേഴ്ഷ്യൽ പരീക്ഷയാക്കി മാറ്റി, നിങ്ങൾ ഇതിനെ വാണിജ്യവൽക്കരിച്ചു, പാവപ്പെട്ടവന് പരീക്ഷയിൽ എഴുതാൻ പറ്റാത്ത അവസരത്തിലേക്ക് ഇതിനെ മാറ്റി. ഒന്നൊന്നായി അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചത്, ഈ രാജ്യത്തിന്റെ ഭാഗമാണോ മണിപ്പൂര്? അവിടെ സിവിൽ വാർ നടക്കുന്നു. അത് എത്ര കാലമായിട്ട് നടക്കുന്നു? 1 കൊല്ലമായിട്ട് നടക്കുന്നു. ആ സിവിൽ വാർ അവിടെ നടക്കുന്നത് തടയാനോ അവിടെ ഇടപെടാനോ എന്തേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? അപ്പോൾ എണ്ണി ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾ എണ്ണി ചോദിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു, ആ അയോധ്യയിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കൈകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. നിങ്ങൾ അയോധ്യയിലെ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ പേരിലായിരുന്നല്ലോ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ 400, 450 തെരഞ്ഞെടുപ്പ് വിശാരദന്മാര്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി, അവരൊക്കെ എന്താ ശ്രീ പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞെന്താ 400, 450 ഏതായാലും 370 കടക്കുമെന്ന് പ്രവചിച്ചവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നു പ്രവചനങ്ങൾ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ശ്രീ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന്റെ സീറ്റ് വാരണാസിയിൽ രാവിലെ 1.5 മണിക്കൂർ നേരം 16,000 വോട്ടിന് പിന്നിൽ പോയി എന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, 6,000, 7,000 ഒന്നുമില്ല, 16,000 വോട്ടിന് പിന്നിൽ പോയി എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാരണാസിയിൽ 4,79,505 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാള് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 1,52,513 വോട്ടിലാണ്. ഞാൻ പറഞ്ഞത്, ഇത്രയും അധികം ഹിന്ദുത്വത്തെ കുറിച്ച് പ്രസംഗിച്ചവർ, അയോധ്യയിൽ അമ്പലം പണിതവർ, ഞങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് പ്രസംഗിച്ചവർ 303 നിന്ന് 240 അവർ എത്തിയിട്ടും ഇപ്പോഴും അവരുടെ അഹങ്കാരത്തിന് കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ. സ്പീക്കർ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ പുതിയതായിട്ട് വന്ന രാഷ്ട്രപതിയുടെ അഭിസംബോധന, സ്പീക്കറുടെ ആദ്യത്തെ പ്രസംഗം, ഈ പ്രസംഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇവർ 303 നിൽക്കുന്നു എന്നുള്ളതാ. ഇവർ താഴോട്ട് വരണം, ഇവർ 240 എത്തി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവർക്ക് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തുന്ന പ്രസംഗമാണ് ഇന്ന് 1.5 മണിക്കൂർ സമയം പാർലമെന്റിൽ. ശരി ശ്രീ സേനാപതി വേണു. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ പക്ഷേ BJPയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് ലോക്സഭയിൽ. അദ്ദേഹം ഈ സത്യത്തിന്റെയും അഹിംസയുടെയും പ്രാധാന്യം ഓരോ മതങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വിരൽ ചൂണ്ടിയത് ഭരണപക്ഷ ബെഞ്ചുകളിലേക്കാണ്. അതായത് ഹിന്ദുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അക്രമവും വെറുപ്പും അസത്യവും പറയുന്ന ആളുകൾ എന്ന്. ഉടനെ തന്നെ അത് ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിച്ചു എന്ന രീതിയിൽ പ്രധാനമന്ത്രി എഴുന്നേൽക്കുകയും അതിന് പിന്തുണ നൽകിക്കൊണ്ട് രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് പക്ഷേ ആ ഒരു പാർലമെന്റ് പ്രസംഗത്തെ ഭയപ്പെട്ട രീതിയിലായി പോയല്ലോ, അത് വക്രീകരിക്കുന്ന രീതിയിലായി പോയല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയുകയായിരുന്നു. മറ്റദ്ദേഹം ഒട്ടേറെ വിഷയങ്ങളോടെ പ്രതിപാദിച്ചു വന്നതാണ്. അതിൽ ഈ ഒരു വിവാദത്തിൽ എന്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു BJP? മഞ്ജുഷ, രാഹുൽ ഗാന്ധി ഇവിടെ നമ്മുടെ 2029 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് ജൂലൈ 1 ഒരു മാസം മുമ്പ് ജൂൺ 1 അത് കഴിഞ്ഞു. മെയ് 29 തീയതി
ആ ഇലക്ഷൻ്റെ പ്രചരണവും അവസാനിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയും ഈ പ്രതിപക്ഷവും കോൺഗ്രസുമൊന്നും ഇപ്പോഴും ഇലക്ഷൻ വേദികളിൽ നിന്ന് ഇതുവരെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് ഇലക്ഷൻ വേദിയല്ല, ഇത് ഇന്ത്യൻ പാർലമെൻറ്റാണ്, നമ്മുടെ ലോക്സഭയാണ് എന്ന ആ ഒരു മിനിമം ബോധ്യം രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ച അതേ തെരുവ് പ്രസംഗം, അതേ സ്ട്രീറ്റ് റെട്ടറിക്ക് അവർ ഈ പാർലമെൻറ്റിലും പാർലമെൻറ്റിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറൊന്നും ഇവർക്ക് പറയാനില്ല. അത് തന്നെയാണ്. വേറെ എന്തെങ്കിലും വ്യത്യാസം ഒരു ഇലക്ഷൻ പ്രചരണ വേദിയിലല്ല പറയുന്നതും ഈ രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റിൽ കാണിച്ചതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം? ഭരണഘടന പൊക്കിപ്പിടിച്ച് നടത്തുക, ഭരണഘടനയുടെ ഡമ്മി കോപ്പിയും പൊക്കിപ്പിടിച്ച് ഓരോ നാടകം നടത്തുക, ഇത് ആരെ ബോധിപ്പിക്കാനാണ്? ഇനിയും വേറൊരു കാര്യം, 20 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞു. അത് വലിയ നേട്ടം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. വലിയ നേട്ടം തന്നെയാണ്. കഷ്ടപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കാനുണ്ട്. തൻ്റെ ലെജിസ്ലേറ്റർ കരിയർ തുടങ്ങിയ നിമിഷം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെയും നരേന്ദ്രമോദി ഭരണത്തലവനാണ്. അത് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും. ആദ്യമായി MLA ആയത് അദ്ദേഹം ഗുജറാത്തി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടാണ്. ആദ്യമായി MP ആവുന്നത് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിക്കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ തവണത്തേനേക്കാൾ ഇലക്ഷൻ അതായത് വിന്നിംഗ് മാർജിൻ കുറഞ്ഞു. ശരിയാണ്. 2007 ഇന്ത്യ ലോകകപ്പ് ഇതിൻ്റെ 2020 ലോകകപ്പ് നേടുമ്പോൾ ഇന്ത്യയുടെ വിന്നിംഗ് മാർജിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 20-30 റണ്ണായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ ഫൈനലിൽ ഇന്ത്യയുടെ വിന്നിംഗ് മാർജിൻ വളരെ കുറഞ്ഞു. അതുകൊണ്ട് ഇതൊരു വിജയമേ അല്ല എന്നും കൂടി നമ്മൾ ഒന്ന് പറയുന്നതാണ് എനിക്ക് നല്ലത്. ഈ കാര്യം ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴേ എല്ലാം കൂടി നമ്മളൊന്ന് നോക്കണം. ഇനി രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിച്ചത് അതായത് 100% ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്, രാഷ്ട്രീയ ആരോപണങ്ങളുമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമല്ലോ, ജനകീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൂടി വരുമല്ലോ പാർലമെന്റിലെ പ്രസംഗത്തിൽ സ്വാഭാവികമായിട്ടും. ആയിക്കോട്ടെ, രാഷ്ട്രീയ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാനുള്ള, രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഇവരാരെയാണോ ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അവർക്കുണ്ട്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥതയോടുകൂടി അത് ആ പ്രസംഗം കേൾക്കുന്ന ആർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ രാഹുൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അതിൽ ശ്രീ ഷാബുവിനും സംശയമുണ്ടോ? ബിജെപിയെയാണ് ഉദ്ദേശിച്ചത്, ഭരണപക്ഷത്തെ നോക്കിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആരെയാണ്? കോണ്ടക്സ്റ്റ് എന്താണ്? അതേന്നെ അല്ല, ഈ കോണ്ടക്സ്റ്റ് എന്താണ്, ഉദ്ദേശിച്ചത് എന്താണ്, അത് ഊഹിക്കുന്നുണ്ട് എന്താണ്? ഈ പറയുന്ന ലോജിക്ക് എപ്പോഴും എല്ലാവർക്കും ബാധകമാണെന്നേ അല്ലേ? ഇവിടെ പ്രധാനമന്ത്രി ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കൊരു ദൗത്യമുണ്ട്, ഒരു ഈശ്വര ദൗത്യമുണ്ട്. ഇതേപോലെ എല്ലാവർക്കും ഓരോ ഈശ്വര ദൗത്യങ്ങളുമായിട്ടാണ് ഞാനും മഞ്ജുഷും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ജനിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല, പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായി. അത് ഇത് ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണിത് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട് എങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞത് ഇത് ഹിന്ദുക്കൾക്കെതിരെയാണ് എന്ന് തിരിച്ചു പറയാനുള്ള അവകാശം BJPക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടപ്പ. ഇത് ഈ കോണ്ടക്സ്റ്റുവലായിട്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ട കാര്യം, അത് ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതാണ്. ഈ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്ന സാധനം രാഹുൽ ഗാന്ധിയുടെ മാത്രം വിഴുങ്ങാനുള്ള സാധനം അല്ല. ഇത് എല്ലായിടവും ഉണ്ട്. ഒരടി ഇങ്ങോട്ടടിച്ചാൽ തിരിച്ച് 4 അടി അങ്ങോട്ടും കിട്ടുമെന്നുള്ള ബോധ്യത്തിൽ വേണം പറയാൻ. ഈ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ അള്ളാഹുവിന്റെ ചിത്രം ഇതുപോലൊന്ന് ഉയർത്തി കാണിക്കാൻ? ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അല്ലെങ്കിൽ വേറെ ആ രീതിയിൽ ഇതാക്കാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്കുണ്ടോ? അപ്പോ
ഇത് കിട്ടുന്ന അവസരം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നുവെങ്കിൽ അതേ അത് തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള അവകാശം ഇപ്പുറത്തും ഉണ്ടെന്നേ. അത് വെറുതെ കിട്ടുന്ന അത് അല്ലാതെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം ഇത് മറ്റേത് മറിച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളെന്ന് നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉടനീളം നോക്കൂ, BJPയോട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയോട് ഇവരോടുള്ള വെറുപ്പ് മാത്രമല്ലേ ഈ മനുഷ്യന്റെ ഓരോ വാക്കുകൾക്കിടയിലുമുള്ളൂ. ഈ പുള്ളി ഇവിടെ സ്നേഹത്തിന്റെ കംപ്ലീറ്റ് രാജ്യം മുഴുവനുമുള്ള ഇന്റർനാഷണൽ കൊട്ടേഷനും പിടിച്ച് നാടുനീള സ്നേഹത്തിന്റെ കട തുറന്ന് നടക്കുന്ന മനുഷ്യനാണല്ലോ. ഈ മനുഷ്യന്റെ ഓരോ വാക്കിലും നോക്കിലും ഇരിപ്പിലും നടപ്പിലും ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോടുള്ള വിമർശിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിമർശനമാകാം, പക്ഷേ ഇവർക്കുള്ളത് വെറുപ്പാണ്. എനിക്ക് അവകാശപ്പെട്ടതെന്തോ, ഞങ്ങളുടെ കുടുംബത്തിന് അവകാശപ്പെട്ടത്, പാർട്ടിക്ക് പോലുമില്ല, എൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടത് എന്തോ ഓടളക്കി തട്ടിക്കൊണ്ടുപോയ ഒരു അങ്ങനെയുള്ളവരോട് എന്ന പോലെയുള്ള ആ അറപ്പും വെറുപ്പും നിറഞ്ഞ പെരുമാറ്റമാണ് ഈ മനുഷ്യന്റെ ശരീരഭാഷയിലുമുള്ളത്, പ്രതികരണത്തിലുമുള്ളത്, ഓരോ വാക്കിലുമുള്ളത്. അത് എന്തായാലും ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതും അദ്ദേഹം പരമാവധി ഇങ്ങനെ പ്രസംഗിക്കുന്നതും ഒക്കെ വളരെ വളരെ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നല്ലതാണ്. അയാളുടെ ഓരോ വാക്കിലും ഒരു 10 സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും, അത് BJP ഉപയോഗിക്കുകയും ചെയ്യും. ശരി, ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം കന്നി പ്രസംഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം BJPക്ക് കിട്ടി, രാഹുലിന്റെ കന്നി പ്രസംഗത്തിൽ തന്നെ. അത് അത്രമാത്രം ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അത് ഡയറക്റ്റ് ആയിട്ട് അത് ഹിന്ദു സമൂഹത്തെ ആകെ രാഹുൽ ഗാന്ധി സംബോധന ചെയ്തത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് വലുതാക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഷാബു നടത്തിയ നിരീക്ഷണം, ഇത്തരത്തിൽ ഒരു രാഹുൽ ഗാന്ധി ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്ന പ്രസംഗങ്ങളിലും അത്തരമൊരു അപക്വമായ സമീപനം കൊണ്ട് ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ BJPക്കും കേന്ദ്ര സർക്കാരിനും വീണ് കിട്ടും എന്നുള്ള ഷാബുവിന്റെ നിരീക്ഷണം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഡോക്ടർ ജി ഗോപകുമാർ. തീർച്ചയായിട്ടും ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിലെ പാർലമെൻ്ററി ജനാധിപത്യം തുടങ്ങുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്ത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ വളരെയധികം സംശയത്തോടും അതേസമയം മറ്റൊരു സമ്പ്രദായം ഇത്രത്തോളം ജനങ്ങൾക്ക് പ്രാതിനിധ്യ സ്വഭാവം നൽകുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഏറ്റവും സ്വീകാര്യമായി വരികയും അത് തുടങ്ങുകയും ചെയ്തു. നമുക്കറിയാം, ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പ്രതിപക്ഷം പോലും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ശ്രീ AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏതൊരു സാഹചര്യത്തിലാണ് നെഹ്റു അതിനുള്ളൊരു നേതൃത്വം കൊടുത്തത്, താല്പര്യം കാണിച്ചത്, റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരേണ്ട ആവശ്യകത പറഞ്ഞത്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 84 പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പ്രതിപക്ഷം ഇല്ലാത്ത, വേണ്ടത്ര അംഗസംഖ്യ ഇല്ലാത്തൊരു സാഹചര്യം സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2014 ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത്, പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു സ്ഥാനം മറുവശത്ത് പ്രതിപക്ഷ നേതാവിനുമുണ്ട്. ഒരു നിഴൽ മന്ത്രിസഭയുടെ തലവനായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്, ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഐവർ ജെനിങ്സ് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ശക്തിയും ദുർബലതയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവിനാണെന്ന്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും വാസ്തവത്തിൽ തുല്യമായ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരവും പ്രവർത്തനവും പ്രസംഗങ്ങളും ചർച്ചകളും ബാക്കി കാര്യങ്ങളും നടത്തണമെന്നാണ്. അവിടെ ആവേശത്തിനോ ഒരു പരിധിക്കപ്പുറമുള്ള പ്രകോപനപരമായ ചർച്ചകൾക്കോ വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതിനേക്കാൾ നയപരമായ കാര്യങ്ങൾക്ക്, വിദേശമാണെങ്കിലും തദ്ദേശമാണെങ്കിലും ആഭ്യന്തരമാണെങ്കിലും അത്തരം കാര്യങ്ങൾ അഗാധമായി പഠിച്ചു വേണം ഗവൺമെൻറ്റിനെ തീർച്ചയായിട്ടും വെല്ലുവിളിക്കാൻ. അത് ഈ ചർച്ചയിൽ അഗ്നിവീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മണിപ്പൂർ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ പ്രസക്തമാണ്. ഞാൻ അതൊന്നും പ്രസക്തമല്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഗവൺമെൻറ്റിനെ മുൾമുലയിൽ നിർത്തേണ്ട ചുമതല പ്രതിപക്ഷത്തിനുണ്ട്, അത് ചെയ്യുകയും വേണം.
പക്ഷേ ഇപ്പോൾ മഞ്ജുഷ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യൻ ഭാരതീയ രാഷ്ട്രീയ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിനകത്ത് വളരെ സെൻസിറ്റീവ് ആകുന്ന വിഷയങ്ങളിൽ ജാതിയും മതവും വംശീയതയും ഭാഷയും ഒക്കെ പെടും. ഇതിപ്പോൾ അതിനപ്പുറം കടന്നുപോയി ഭഗവാന്റെ ചിത്രം പരമശിവന്റെ ചിത്രം കാണിച്ചു, ഗുരുനാനാക്കിൻ്റെ ചിത്രം കാണിച്ചു. അങ്ങനെ കാണിച്ച ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അതിനു വേണ്ടിയുള്ള എന്ത് പ്രൊവൊക്കേഷൻ അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം നൽകിയ ബാക്കി സംഭാവനകളെല്ലാം ഈ ചർച്ചയിലേക്ക് വന്നപ്പോൾ, ആ ഇമോട്ടീവ് ചർച്ചയിലേക്ക് വന്നപ്പോൾ ആ പ്രസക്തി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മറുവശത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. BJPക്ക് അക്കാര്യത്തിൽ BJPയുടെ രാഷ്ട്രീയത്തിനകത്ത് ഒളിച്ചു വെക്കുന്ന ഒരു കാര്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയത്തിലേക്ക് വരുന്നതിന് വേണ്ടി BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പ്രതിപാദിക്കുന്നതിന് വേണ്ടിയല്ലേ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത്? ആ ഫോട്ടോകൾ അദ്ദേഹം അത് മുൻകൂട്ടി ഉറപ്പിച്ച് തന്നെ ലോക്സഭയിലേക്ക് കൊണ്ടുവരിക, അത് ഉയർത്തിക്കാട്ടുവാൻ തന്നെ തീരുമാനിക്കുക. അതിൽ ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ പിന്നീട് ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമം സ്പീക്കർ പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഗുരുനാനാക്കിന്റെ ചിത്രം ഉയർത്തിക്കാട്ടുന്നു, മറ്റു ചിത്രങ്ങളും തന്റെ കയ്യിലുണ്ട്, പക്ഷെ സ്പീക്കർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ഓരോ മതത്തെയും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ അത് സത്യം, അഹിംസ ഈ വാചകങ്ങൾ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണല്ലോ. എന്നിട്ട് വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രപരമായ സമീപനം. അല്ലെ, അഹിംസ, ശക്തി, ഇങ്ങനെയുള്ള സത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മതത്തിൻ്റെ ആശയങ്ങൾ ഉദ്ധരിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ പറഞ്ഞ അവിടെ കൊണ്ട് നിന്നില്ലല്ലോ. ചിത്രം കാണിച്ചത് മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറയും പാർലമെൻറ്റിനകത്ത് പ്ലക്കാർഡ് കാണിക്കുന്നത് പോലും ശരിയായ നടപടിയല്ല. ഇപ്പോൾ എത്രയോ കാലമായി പാർലമെൻറ്റിലെ വെല്ലിലേക്ക് വന്ന് ബഹളം കാണിക്കുന്ന നിയമസഭകളിലുമുണ്ട്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി പ്രാക്ടീസസിന് ഏറ്റവും അപകടം പിടിച്ച പ്രതിപക്ഷം ഏത് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോഴും ഈ പാർലമെൻ്ററി സമ്പ്രദായത്തിനകത്തുള്ള അന്തസ്സത്ത കളഞ്ഞു കുളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബാനർ കെട്ടിയും പടങ്ങൾ കൊണ്ടുവന്നും ഇതൊന്നും വാസ്തവത്തിൽ പാർലമെൻ്ററി ചട്ടത്തിന് തന്നെ വിരുദ്ധമാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണെന്നുള്ളത് സത്യമാണ്. ഇത് ഞാൻ ചോദിക്കാം, നല്ലൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പ്രസംഗിക്കുന്നതിന് ഇത്തരം ചിത്രങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല. ഇത് അവിടെ കൊണ്ട് നിന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ BJPക്കാർ ഹിന്ദുക്കളല്ല, നിങ്ങളുടെ ആക്രമണകാരികളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറുവശത്തും അതുപോലെയുള്ള തിരിച്ചടി ഉണ്ടാവില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ നയപരമായ കാര്യങ്ങൾക്കും ആശയപരമായ കാര്യങ്ങൾക്കും ഭരണപരാജയവും ഇത്തരം കാര്യങ്ങളിലല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അഗ്നിവീറിനെ കുറിച്ച് പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്. മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു, നീറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇതല്ലേ പറയേണ്ടത്? ഇപ്പം ഡിമോണിറ്റൈസേഷനെ കുറിച്ച് പറയണം. ഞാൻ പറയുന്നത് ഒരിക്കലും മുതിർന്ന നേതാക്കന്മാരെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർഗീയപരമായ കാര്യങ്ങളോ മതപരമായ കാര്യങ്ങളോ വംശീയപരമായ കാര്യങ്ങളോ പറഞ്ഞ് കൂടുതൽ വിവാദങ്ങളിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എത്രയോ കാലം കഴിഞ്ഞല്ലേ അടുത്ത തെരഞ്ഞെടുപ്പ് വരുള്ളൂ. പക്ഷേ ഈ ഇമോട്ടീവായിട്ട് ആൾക്കാരെ നിർത്തുമ്പോൾ നമ്മൾ കാണുന്ന പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത്? പൊതുസമൂഹത്തിൻ്റെ ചിത്രത്തിനകത്ത് ജാതിക്കും മതത്തിനും ഇത്രത്തോളം സ്വാധീനമുണ്ടെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി സമ്മതിക്കുന്ന ഒരു സാഹചര്യം പോലെയല്ലേ വരുന്നത്? അങ്ങനെ കാണിക്കുമ്പോൾ അതൊരു സ്പിരിച്വലായിട്ട് പറഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് റിലിജനെ ഇപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് BJP പറയുമ്പോൾ അങ്ങനെ എന്തിനാണ് അത് പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ ഗുരുനാനാക്കിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അത്തരം ചർച്ചകൾ ഒഴിവാക്കേണ്ടതാണ്. അത് ഭരണപക്ഷത്തിൽ നിന്നും വരാൻ പാടില്ല, അങ്ങനെയും വരാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വരാൻ പോകണം എന്താണെന്ന് അറിയാം. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പ്രസംഗത്തിൽ ഇതിനെല്ലാം പറ്റിയ മറുപടികൾ മറുവശത്തു നിന്നും ഉണ്ടാകും. അതിനകത്ത് എന്തൊക്കെയാണ് കേൾക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം. ചുരുക്കത്തിൽ ഇതിൻ്റെ ബലത്തിൽ എന്താ സംഭവിക്കുന്നത്? പാർലമെൻ്ററി സമ്പ്രദായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ചർച്ചയോ നന്ദിപ്രമേയ ചർച്ചയായാലും നിയമത്തിൻ്റെ ചർച്ചയായാലും നയപരമായ ചർച്ചകളായാലും എന്താണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുണ്ടാകില്ല. മറിച്ച് മൈതാന പ്രസംഗവും അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ
ചർച്ചകളുമായി മാറുമ്പോൾ അത് കൂടുതൽ വികാരപരമായി മാറുന്നതല്ലാതെ അതിനകത്ത് വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ ആശയപരമായ സംഘടനകൾക്കോ സ്പേസ് കുറഞ്ഞു ആശയപരമായിട്ട് ബി ജെ പിയെ നേരിടുവാനായിട്ട് പക്വത രാഹുൽ ഗാന്ധി കൈവരിച്ചിട്ടില്ല. മൈതാന പ്രസംഗങ്ങളിൽ അദ്ദേഹം ഒതുങ്ങുകയാണ്. കിട്ടിയ അവസരം അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമോ അതിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. ഇല്ലേ, രാഹുൽ ഗാന്ധിയുടെ ഈ കന്നി പ്രസംഗം അതിന് തെളിവാണ്. ആ രീതിയിലാണ് താങ്കൾ പറയുന്നത്. ശ്രീ സേനാപതി വേണു, ഇതൊരു കടുത്ത വിമർശനം തന്നെയാണ്. ഈ രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് പക്വത ഉണ്ടായിട്ടില്ല. ഇല്ല മഞ്ജുഷ്, ഞാൻ പറയട്ടെ. അല്ല മഞ്ജുഷ്, അല്ല രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ഒരു 20 വർഷമായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ആണല്ലോ. ഇത് ഒരു നല്ലൊരു അപ്രന്റീസ്ഷിപ്പ് പീരീഡ് അദ്ദേഹത്തിന് കിട്ടിയല്ലോ. അദ്ദേഹത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, വളർച്ചയുണ്ട്, യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ആ നിലയ്ക്ക് പക്വത കുറേ മേഖലകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും വളരാനുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ പ്രകടനത്തിൽ കാണുന്നത്. ആദ്യം പറഞ്ഞ പോലെ ഇത് ഏത് സമയത്തും രാഹുലിൽ നിന്ന് അബദ്ധത്തിൽ കാര്യങ്ങൾ വെളിയിലേക്ക് വരും, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന് ഷാബു അങ്ങനെ ഒരു പരാമർശം ഇവിടെ ഉന്നയിച്ചിരുന്നു ഡോക്ടർ ജി ഗോപകുമാർ. അതും വാസ്തവമുള്ളതാണല്ലോ. അതെ, അതിനകത്ത് വാസ്തവമുണ്ട്. സത്യത്തിൽ അതിനകത്തൊരു സത്യമുണ്ട്. കാരണം ഈ ഞാൻ നേരത്തെ തുടങ്ങി വെച്ച എന്താണ്, പ്രധാനമന്ത്രിയുടെ ദുർബലതകളാണ് പ്രതിപക്ഷ നേതാവ് പിടിച്ചെടുക്കേണ്ടത്. മറിച്ചാവരുത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ നല്ലൊരു ചർച്ച വരണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ദുർബലതയല്ല പ്രധാനമന്ത്രിയും ബാക്കി ഗവൺമെന്റും ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഉയർച്ച, ആ നിലയ്ക്ക് ഒരു ഹെൽത്തി ഡിബേറ്റിനുള്ള സ്പേസ് കൊടുക്കണം. അവിടെയാണ് പക്വത കാണിക്കേണ്ടത്. ഞാൻ ഈ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വിവാദങ്ങളെയൊക്കെ ഞാൻ മറക്കുകയാണ്. അതൊന്നും ഈ സമയത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പാർലമെന്റ് ഇലക്ഷൻ സമയത്തുണ്ടായ കുഴപ്പങ്ങളും അതൊന്നും നമുക്ക് ഇന്ന് ഇവിടെ നന്ദി പ്രമേയ ചർച്ചയിൽ അവിടെ വരേണ്ട, പാർലമെന്റിനകത്തുള്ള ഡെക്കോറത്തിനകത്ത് വരേണ്ട ചർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിൽ പോകരുത്. കാരണം ഇത് തിരിച്ചടിക്കും, ഇത് ബൂമറാങ് ചെയ്യും. കാരണം ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ജാതിക്കും മതത്തിനും ഇന്ന് നല്ലൊരു സ്പേസ് ഉണ്ട്. അത് കത്തിച്ചു വിട്ടുകഴിഞ്ഞാൽ അത് തിരിച്ചു കറങ്ങിയ ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ അപ്പോൾ ഇത്തരം നിലപാടുകൾക്ക് ഒരു മതേതരത്വ നിലപാടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതോ ആത്മീയ നിലപാടാണോ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിലപാടല്ലേ പറയേണ്ടത്? വർഗീയപരമായ നിലപാടാണോ എടുക്കേണ്ടത് എന്നത് കോൺഗ്രസിന് നേരെയുള്ള ഒരു ചോദ്യമായി മാറുകയാണ്. അതുപോലെ ഷാബു കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നില്ല. സേനാപതി അതിനുള്ള മറുപടി കൂടി. അല്ല, വർഗീയപരമായ നിലപാടല്ല, വർഗീയതയ്ക്കെതിരെയുള്ള ഒരു നിലപാടാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ പണിത ക്ഷേത്രവും ഹിന്ദുത്വ അജണ്ടയും മാത്രമായിട്ട് വന്ന ഒരു ഭരണകൂടത്തിനെതിരെ അവരെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു എന്നത് അവരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വർഗീയതയെ പ്രീണിപ്പിക്കുകയല്ല, വർഗീയതയ്ക്കെതിരെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ശബ്ദമാണ് അദ്ദേഹം ഇന്ന് ആ ചിത്രങ്ങളിലൂടെയും പ്രസംഗത്തിലൂടെയും അദ്ദേഹം പാർലമെന്റിൽ കാണിച്ചത്. ഇവിടെ ഞാൻ ഗോപകുമാർ സാറിന്റെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 കൊല്ലക്കാലത്തെ അനുഭവത്തിന്റെ തീച്ചൂളയിലാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. ഗുജറാത്തിലെ ഒരു കോടതി 2 കൊല്ലം അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് ആ മനുഷ്യനെ പാർലമെന്റിൽ അയോഗ്യരാക്കുന്നു. 140 പാർലമെന്റ് അംഗങ്ങളെ അയോഗ്യരാക്കിക്കൊണ്ടാണ് 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ രാജ്യത്ത് പാസാക്കിയത്. ഒരു പ്രസംഗം പാർലമെന്റിൽ നടത്തിയതിന്റെ പേരിലാണ് മഹുവ മത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ പറഞ്ഞത് 10 കൊല്ലം എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഹനിച്ചുകൊണ്ട് നടത്തിയ ഒരു ഭരണം. ഇവിടെ ഷാബു പ്രസാദ് വളരെ എന്താ പറഞ്ഞേ, അദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് ഭരണഘടനയുടെ ഡെമ്മി. ആ ഭരണഘടനയുടെ ഡെമ്മിയുമായിട്ട് വരാൻ കാരണമുണ്ട്. അനന്തകുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന നിങ്ങളുടെ കർണാടകത്തിൽ നിന്നുള്ള ഒരു MP പ്രസംഗിച്ചത് 400 സീറ്റ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ഭരണഘടനയെ തിരുത്തും. പല BJP-യുടെ നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റാൻ നിങ്ങൾ 400-ലധികം അപ്പുറം വോട്ട് കൊടുക്കണം, സീറ്റ് കൊടുക്കണം എന്നുള്ളതല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മതത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമോ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ പരീക്ഷണത്തെ ഇന്ത്യയിലെ പൊതുസമൂഹം തിരസ്കരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവരെ അത് ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മപ്പെടുത്തലിന് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില മാർഗങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു എന്നത് മാത്രമാണ്. അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ പ്രൊവോക്കേഷൻ എന്താണ്? പ്രൊവോക്കേഷൻ ഉണ്ട് സാർ. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അനുഭവം അതാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ ഞങ്ങൾക്ക് എണ്ണമില്ലായിരുന്നെന്നുള്ള കുഴപ്പമല്ലേ ഉള്ളൂ. ഇവിടെ ഗോപകുമാർ സാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, 1951 തെരഞ്ഞെടുപ്പ് തുടങ്ങി 52 ആദ്യത്തെ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിൽ 26 സീറ്റ് മാത്രമുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അവരുടെ ആയിരുന്നു ഏറ്റവും വലിയ പാർട്ടി,
വേറെ പാർട്ടികളൊന്നും ഇല്ലായിരുന്നു. ആ പാർട്ടിയുടെ നേതാവ് AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവായി നെഹ്റു എന്താ അംഗീകരിച്ചത്? AK ഗോപാലൻ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നെഹ്റു ഇരിക്കും. നെഹ്റു അല്ലേ ഈ പാരമ്പര്യം എല്ലാം കൊണ്ടുവന്നത്, ഈ ജനാധിപത്യ പാരമ്പര്യം. ഞങ്ങളെ ആ ജനാധിപത്യത്തിൽ നിന്ന് 10 കൊല്ലക്കാലം ഒരു മര്യാദയും ഞങ്ങളോട് കാണിക്കാതെ ഞങ്ങളെ ചവിട്ടി മെതിച്ച് അവസാനം ഒരു തെരഞ്ഞെടുപ്പിൽ ജാനുവരി മാസം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തിയതിന്റെ പേരിൽ ഈ രാജ്യത്ത് വോട്ട് ചോദിച്ച് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു സർക്കാരിനോട്, ആ ഭിന്നിപ്പിക്കലിനെതിരെയാണ് ഞങ്ങൾ ഷാബു പറഞ്ഞത് ഇങ്ങനെ പ്രസംഗിച്ചോട്ടെ എന്നാണ്. ഇങ്ങനെ പ്രസംഗിച്ചോട്ടെ, അത് BJP ക്ക് നല്ലതാണെന്നാണ്. ഈ രീതിയിൽ തന്നെ രാഹുലിന്റെ പ്രസംഗം പോകണം, അത് BJP ക്ക് നല്ലതാണ്, ഉപയോഗിക്കാൻ പറ്റിയതാണെന്നാണ്. അല്ല, അത് നല്ലതായതുകൊണ്ടാണല്ലോ 303-ൽ നിന്ന് 240-ലേക്ക് വന്നത്. BJP കഴിഞ്ഞ 10 കൊല്ലക്കാലമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയെ ഒളിഞ്ഞും തെളിഞ്ഞും ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാവുന്നോ ആ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം നടത്തിയല്ലോ. ആ മനുഷ്യൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം. ഞങ്ങളുടെ നേതാക്കന്മാർ പ്രമുഖരെല്ലാം പോയല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാര് പ്രമുഖരായിട്ടുള്ള മുഴുവൻ ആളുകളും, എത്രയോ പ്രമുഖന്മാരായ നേതാക്കന്മാരാണ് പോയതിനു ശേഷം ഇനി കോൺഗ്രസിൽ കപിൽ സിബലിനെ പോലുള്ള ആളുകൾ പോയി. അതുപോലെ തന്നെ കശ്മീരിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ അദ്ദേഹം പോയി. അപ്പോ ഇങ്ങനെ പ്രമുഖന്മാർ, അശോക് ചൗഹാനെ പോലുള്ള നേതാക്കൾ, ഇവരെല്ലാം പോയതിനു ശേഷം ഇനി ഇത് അവശേഷിക്കില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചപ്പോഴും ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 52-ൽ നിന്ന് 101-ലേക്ക് ഞങ്ങളെ എത്തിക്കുവാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ 233-ൽ എത്തിക്കാനും ആ മനുഷ്യൻ നടത്തിയ പോരാട്ടം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിലാണ്. ഷാബു പ്രസാദ് മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 1,52,000 ആയിരിക്കുമ്പോ ഞങ്ങളുടെ നേതാവിന്റെ ഭൂരിപക്ഷം 3,90,000, 3,36,000 2 പാർലമെന്റ് സീറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയത്. UP-യിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ജയിച്ചത്. ഈ പ്രസംഗങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ പ്രസംഗം എവിടെ കൊള്ളണമോ അവിടെ കൊണ്ടു എന്നുള്ളതിന്റെ വേദനയാണ് ഇപ്പോ പാർലമെന്റിൽ നടത്തുന്നത്. ഇവര് മറുപടി പ്രസംഗം നടത്തിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, മതന്യൂനപക്ഷങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ്, അവരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം. ഞങ്ങൾ നീറ്റ് പരീക്ഷ എഴുതിയവരോടൊപ്പം നിൽക്കുന്നു. ഞങ്ങൾ അഗ്നിവീർ പദ്ധതിയിലൂടെ ഈ ഗവൺമെന്റ് തകർക്കുന്ന ചെറുപ്പക്കാരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. 14 പാലവാ ബീഹാറിൽ കഴിഞ്ഞ 3-4 ദിവസത്തിനകം തകർന്നു വീണത്. 3 എയർപോർട്ടിന്റെ മേൽക്കൂര ഇദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ നിർമ്മാണങ്ങളും ഉദ്ഘാടനങ്ങളും മുഴുവൻ. ഇതൊക്കെ എന്താ മഞ്ജുഷ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ചർച്ചയുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വലിയ അഴിമതി കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യത്ത് നടത്തിയ നിർമ്മാണങ്ങളിലുണ്ട്. അതൊക്കെ ഒന്നൊന്നായി പാർലമെന്റിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ആ പ്രസംഗങ്ങളുടെ ഒക്കെ ഒരു തുടക്കമാണ് ഇന്ന് നന്ദി പ്രമേയ ശരി ഷാബു, ഇത് തുടക്കം മാത്രമെന്നാണ്. തീപ്പൊരിയായി മാറും രാഹുൽ ഗാന്ധി എന്നാണ്. തീപ്പൊരിയായി മാറുന്നതിന് തുടക്കമാണ് രാഹുലിന്റെ ഇന്നത്തെ ഇത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗമാണല്ലോ. ഇതൊരു തുടക്കം മാത്രമെന്നാണ്. എന്നോടാണോ ചോദ്യം? അല്ല ഷാബു, ആദ്യം സേനാപതി വേണുവിനെയും അല്ല എൻ്റെ സുഹൃത്ത് സേനാപതി വേണുവിനെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ എല്ലാവരും കുറേ നാളായി കിടന്ന് ഘോരം പറഞ്ഞു നടക്കുകയാണ് AKGയെ പ്രതിപക്ഷ നേതാവാക്കി, AKGയെ പ്രതിപക്ഷ നേതാവാക്കി എന്ന്. എൻ്റെ പൊന്ന് സാറേ, AKGയെ പ്രതിപക്ഷത്തെ ഒരു നേതാവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, അല്ലാതെ AKG പ്രതിപക്ഷ നേതാവായിരുന്നില്ല. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ പാർലമെന്ററി ചരിത്രത്തിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയ ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ വെട്ടിപ്പിളർത്തിയപ്പോൾ ആ കോൺഗ്രസിൽ തന്നെ ഭാഗമായിരുന്ന യശ്വന്ത് ചവാനായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ളത്. അത് 1967-ലാണ്. അതിനുശേഷം രാജ്യത്തെ ചവാൻ പ്രസിഡന്റ് ഇതായത് 77-ലാണ്. അന്ന് ഇന്ദിരാഗാന്ധി തോറ്റുപോയല്ലോ. അങ്ങനെ എന്തായാലും 67-ലാണ് ഈ രാജ്യത്ത് ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി ഉണ്ടാവുന്നത്. അല്ലാതെ അന്ന് വരെ നിങ്ങൾ ഒരു പ്രതിപക്ഷത്തെ ആരെയും പ്രതിപക്ഷ നേതാവാക്കിയിട്ടില്ല, പ്രതിപക്ഷമാകാൻ അനുവദിച്ചിട്ടില്ല, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാക്കിയിട്ടുമില്ല. 1984-ൽ ഈ രാജ്യത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. 84-ലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അന്നെന്തായിരുന്നു? അന്ന് എന്താ കാര്യം? കാര്യം നമ്പറില്ല, ആവശ്യത്തിന് നമ്പറില്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് ആകാനുള്ളത്. അതുകൊണ്ട് ഈ നെഹ്റുവിൻ്റെയൊക്കെ ആ പ്രതിപക്ഷത്തിനോടുള്ള ആ ആദരവും ഇതൊന്നും അങ്ങനെ സ്നേഹമൊന്നും വഴിഞ്ഞൊഴുകിയ ചരിത്രമൊന്നും അധികം ഒന്നും വിളമ്പരുത്.
അത് ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരെയും പ്രതിപക്ഷ നേതാവൊന്നുമില്ല. ഈ ആരാണ് എപ്പോഴാണോ ജയിച്ചു വന്ന് ആവശ്യത്തിന് നമ്പർ തികഞ്ഞിട്ടുള്ളത് അല്ലാത്ത ഒരു ഘട്ടത്തിലും ഇവിടെ ഈ രാജ്യത്ത് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. അത് നെഹ്റുവിന്റെ കാലത്തുമില്ല, ഇന്ദിരയുടെ കാലത്തുമില്ല, രാജീവിന്റെ കാലത്തുമില്ല. അത് അവിടെ നിൽക്കട്ടെ. അതുപോലെ ബി ജെ പിക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട്. LK അദ്വാനി പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്വാനി പ്രതിപക്ഷ നേതാവ്, വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നു. സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് നമ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണായത്. രാഹുൽ ഗാന്ധി 10 വർഷം കോൺഗ്രസിന് ഇവിടെ പ്രതിപക്ഷ നേതാവ് ആകാൻ കഴിയാതിരുന്നത് പ്രതിപക്ഷമല്ല, അതിന് നമ്പർ ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് നമ്പർ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ വലിയ ആ ചരിത്രമൊന്നും വിളമ്പാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പിന്നെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി, ഞാൻ ഇപ്പോഴും ഇത് ഈ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ ഞാൻ ഇപ്പോഴും ചൊല്ലൂ. നിങ്ങൾ ഇവിടെ നടത്തിയത്, പാർലമെന്റിൽ എത്തിയ പ്രസംഗം എന്താണ്? ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അതായത് അതിൻ്റെ അകത്തെ പരാമർശമാണിത്. जो लोग अपने आप को हिंदू कहता है वो 24 घंटे हिंसा करते हैं ना. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ എപ്പോഴും ഹിംസ മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാക്യാർത്ഥം എന്താണ്? ഇനി അതിൻ്റെ കോണ്ടെക്സ്റ്റും കൊണ്ടൊന്നും വരണ്ടാരും. ഇവിടെ കോണ്ടെക്സ്റ്റ് തേങ്ങാക്കൊലയൊന്നും വേണ്ട. ഇതിന്റെ വാച്യാർത്ഥം ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെല്ലാവരും നാട്ടുകാരെ കൊല്ലാൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും അതിൻ്റെ അകത്ത് ഉൾപ്പെടും സാർ. ഞാൻ ഹിന്ദുവാണ്. ഹിന്ദു സമുദായത്തിൽ ജനിച്ചവനാണ് ഞാൻ. മഞ്ജുഷതെ, അതിൻ്റെ അകത്ത് ഞാനും മഞ്ജുഷും എല്ലാം പെടും. ഇത് പ്രതിഷേധം തന്നെയാണ്. ഇത് ചില്ലറ കളിയല്ല. എന്താണ് ഈ പറയുന്നത്? വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള സ്ഥലമാണോ? ജയിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചു, ജയിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഷാബു പറയുന്നത്. അല്ലാതെ രാഹുൽ BJPയെ ഉദ്ദേശിച്ചു എന്നുള്ള രീതിയിലല്ല. സേനാപതി പെട്ടെന്നുള്ള മറുപടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ ഷാബു പ്രസാദിനും ഷാബു പ്രസാദിന്റെ പാർട്ടിക്ക് ഇതിനെ എങ്ങനെ രാഹുൽ ഗാന്ധി ഞാൻ ഷാബു പ്രസാദ് ഞാൻ വഴങ്ങാം. ഞാൻ ഒറ്റ പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറഞ്ഞത് ജോ 24 ഘണ്ടെ ഹം ഹിന്ദു ഹേ എന്ന് പറയുന്ന ആളുകൾ അവർ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളും അവർ നടത്തുന്ന ഹിംസാത്മകമായ പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനം ആരെ ഉദ്ദേശിച്ചാണ്? സംഘപരിവാറിനെയും ഞാൻ 24 മണിക്കൂറും പറയുന്നു ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നു. ഹിന്ദുവാണ് എന്ന് പറയുന്നവരെല്ലാവരും ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പറയുന്നവരല്ല, അങ്ങനെ തന്നെയാണ്. 24 മണിക്കൂറും ഹിന്ദുവാണെന്ന് പറയുന്നതിന്റെ ഹിന്ദുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ ക്രൈമാണോ? ഞാൻ ഹിന്ദുവാണ് എന്നൊരാൾ പറഞ്ഞാൽ ഇതൊരു കുറ്റകൃത്യമാണോ? അല്ല, ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമാണോ? നരേന്ദ്രമോദി എപ്പോഴാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഒരൊറ്റ സന്ദർഭം കാണിച്ചതാ? ഒരൊറ്റ സന്ദർഭം നിങ്ങൾ കാണിച്ചതാ? നരേന്ദ്രമോദി ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സന്ദർഭം നിങ്ങൾ കാണിച്ചു തരാമോ? ഒരെണ്ണം. പിന്നെ ഈ രാഹുൽ ഗാന്ധി ആരെയാ ഉദ്ദേശിച്ചത്? അമിത്ഷാ ഞാൻ ഹിന്ദുവാണ്. അമിത്ഷാ ഹിന്ദു പോലുമല്ല, അദ്ദേഹം ജൈനമതക്കാരനാണ്. അമിത്ഷാ ഹിന്ദു അല്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചാണ്. എനിക്ക് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, എനിക്ക് വളരെ സന്തോഷമായി. രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി ഇതേ പറയൂ. നന്നായി അത്യാവശ്യം ബോധം വിവരമുള്ള ഒരുത്തനെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കാതിരുന്നതും ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ വികടത്തരം മുഴുവൻ പറയിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അത് ഈ പണ്ട് രാമായണത്തിലെ മന്ധരയുടെ നാവില് മന്ധരയെ കൊണ്ട് പറയിക്കുന്ന മാതിരിയാണത്. അപ്പോൾ അത്രയും സമയം രാഹുൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ അസാധുവാക്കുന്ന രീതിയിലായി പോയില്ല അവസാനത്തെ പദപ്രയോഗം. അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ സേനാപതി വേണു, അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഉദാഹരണങ്ങൾ മുഴുവൻ പറഞ്ഞ് അഭയമുദ്ര കാട്ടിക്കൊണ്ട്
കുറേയേറെ കാര്യങ്ങളിലേക്ക് വന്നത്. പക്ഷെ അവസാനം അദ്ദേഹം ഇതിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അതാണ് ഷാബുവിനെ പോലുള്ളവർക്ക് അവസരം കൊടുക്കുന്നത്. അല്ല, ഷാബുവിനെ പോലുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഒരുപാട് വിനിയോഗിച്ചതാണല്ലോ. അവർ ഈ അവസരങ്ങളെല്ലാം ഒരുപാട് വിനിയോഗിച്ചതാണല്ലോ. രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്, അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് അറിയാം. അത് പ്രധാനമന്ത്രിക്കും അറിയാം, അമിത്ഷായ്ക്കും അറിയാം, ഷാബു പ്രസാദിനും അറിയാം. പിന്നെ ഇനി ഇതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമോ എന്ന് അവർ കരുതുന്നുവെങ്കിൽ അതൊന്നും ഫലപ്രദമാവില്ല എന്ന് അത് വരും ദിവസങ്ങൾ അത് തെളിയിക്കും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെയോ ഹിന്ദു ജനതയോ അല്ല പറഞ്ഞത്. ഇവിടെ ഹിന്ദു സമൂഹത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് നടക്കുന്ന സംഘപരിവാർ ശക്തികൾ, ആ സംഘപരിവാർ ഗാന്ധി പറഞ്ഞത് ഹിന്ദു ജനതയെ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇലക്ഷന്റെ സമയത്ത് ഹിന്ദുത്വത്തിൽ ശക്തി എന്നൊരു സാധനമുണ്ട്. ആ ശക്തിയെ നമ്മൾ തകർക്കണം. ശക്തി എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ഹിന്ദു വിശ്വാസങ്ങളുടെ അടിസ്ഥാനമാണ്. ശക്തിയിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതിനെ ഇത് രാഹുൽ ഗാന്ധി ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. ഹിന്ദുക്കളോടുള്ള ഈ രീതിയിലുള്ള ആക്രമണവും ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്, ഇത് കുറച്ച് കാലമായി. ഇപ്പൊ പാർലമെന്റിനകത്തും പറയാനുള്ള അവർക്ക് നമ്പർ കിട്ടി. പറയണം, ഉള്ളിൽ കിടക്കുന്ന വിഷം മുഴുവനും ഇവർ ഛർദ്ദിക്കണം. ഇവിടെ അത് നാട്ടുകാർ കാണുകയും വേണം. ബോംബെയിൽ നടത്തിയ ആ പ്രസംഗത്തിന്റെ നല്ല മലയാള പരിഭാഷ ഇപ്പോഴും വാട്സാപ്പുകളിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾ ഒരുപാട് വിമർശനം അതിനെക്കുറിച്ച് നാട് മുഴുവൻ പ്രചരിപ്പിച്ചല്ലോ. എന്റെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാവുന്നേ ഷാബു പ്രസാദ് ജനങ്ങൾക്കറിയാം. രാഹുൽ ഗാന്ധി ബോംബെയിൽ നിന്നാണ് പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിയും ഈ നെഹ്റു കുടുംബവും കോൺഗ്രസും അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം മുഴുവനും ഛർദ്ദിച്ച് തീരാനുള്ള മരുന്നാണ് ഇപ്പോൾ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ഭൂരിപക്ഷം ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ നമ്പർ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഇവർ ഛർദ്ദിക്കാനുള്ള ഒരു മരുന്നാണ്. അവരത് ഛർദ്ദിച്ച് തീരണം. അത് ജനങ്ങൾ കാണണം. ശരി, ഡോക്ടർ ജി ഗോപകുമാർ എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഉദാഹരണമാണല്ലോ ഇപ്പോൾ സേനാപതിയും ഷാബുവും തമ്മിലുള്ള ഒരു തർക്കം. ബോധ്യമാണെങ്കിൽ പോലും രാഹുൽ എന്താണ് പറഞ്ഞത് എന്ന് ബോധ്യമാണെങ്കിൽ പോലും അതിലേക്ക് എത്തേണ്ട ആവശ്യമില്ല വിമർശനം ഉന്നയിക്കുന്നവർക്ക്. അതുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവസരത്തിലേക്ക് ഇത് കൊണ്ട് എന്ന് എത്തിക്കരുതായിരുന്നു, അല്ലേ? ഞാൻ വാസ്തവത്തിൽ ഇത് പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് ഒരു വാക്കൂടെ പറയട്ടെ. ഈ നിയമം, പാർലമെൻറ്റിൻ്റെ ബുക്കും പ്രൊസീജിയേഴ്സും എല്ലാം അവിടെ നിൽക്കുമ്പോഴും ചില നല്ല കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കൂടി പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആ കീഴ്വഴക്കങ്ങൾ നല്ലതുണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അഭംഗി നമുക്ക് ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള മൈതാന പ്രസംഗവും രാഷ്ട്രീയവും അക്രമാസക്തമായ നിലപാടുകളുമെല്ലാം പാർലമെൻറ്റിൽ ഉണ്ടാകുന്നത് ഇത്തരം കീഴ്വഴക്കങ്ങളും നിയമങ്ങളും പരിരക്ഷിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഈ നെഹ്റു പ്രതിപക്ഷ നേതാവായിട്ട് AK ഗോപാലിൻ്റെ കാര്യം പറഞ്ഞതും അതോടൊപ്പം തന്നെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ ചരിത്രം, ഞാൻ ഈ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു വൈജ്ഞാനികപരമായ കാര്യങ്ങൾക്ക് കൂടി ശ്രദ്ധിക്കണം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസമല്ല AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയത്. ഈ പാർലമെൻറ്റിൽ നിന്ന് ഈ ചർച്ചകൾ തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ 52 തന്നെ നെഹ്റു തന്നെയാണ് AK ഗോപാലൻ നടന്നു പോകുന്നത്, മുണ്ടും മടക്കി ഉടുത്ത് നടന്നു പോകുന്ന AK ഗോപാലിനെ അദ്ദേഹം വണ്ടി നിർത്തി കാറിൽ കയറാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, താല്പര്യമില്ല, ഞാൻ നടന്നു പൊയ്ക്കോളാം, എനിക്കറിയാവുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. പക്ഷേ നെഹ്റുവിന് അത് വളരെയധികം ദുഃഖമുണ്ടാക്കിയെന്നു. ഇത് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല, ചരിത്രമാണ്. നെഹ്റു തന്നെ സ്പീക്കറോട് പാർലമെൻറ്റിൽ പരസ്യമായിട്ട് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് കാറ് കൊടുക്കണം, പ്രതിപക്ഷ നേതാവിൻ്റെ അത്യാവശ്യമുള്ള അലവൻസ് കൊടുക്കണം, സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ പോലും ഇത്തരം കീഴ്വഴക്കങ്ങൾക്ക് ഞങ്ങൾ വിരുദ്ധരല്ല, ഞങ്ങൾ അനുകൂലിക്കുന്നു. അങ്ങനെയാണ് AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായത്. മറ്റൊരു കാര്യം കൂടി പറയാം. ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി ആയത് 67-അല്ല 69-ലാണ്. അതായ ആളിൻ്റെ പേര് ഡോക്ടർ റാം സുഭക് സിംഗ് എന്നാണ്. കോൺഗ്രസിൽ നിന്ന് പിണങ്ങി പ്രതിപക്ഷ കോൺഗ്രസ് ഉണ്ടാക്കിയ സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവായ ഡോക്ടർ റാം സുഭക് സിംഗ് ആണ് 69-ൽ പ്രതിപക്ഷ നേതാവായത് ഔദ്യോഗിക. അപ്പോൾ പോട്ടെ, ഈ ചർച്ച ഇത് ഞാനീ പറയുന്നത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഈ പൊളിറ്റിക്സ് നമുക്ക് ഈ തരത്തിലാണ് പോകുന്നതെങ്കിൽ 18ാം ലോക്സഭയിൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു പോയാൽ വാസ്തവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ല ഒരു ആരോഗ്യപരമായ ഒരു കീഴ്വഴക്കത്തിലേക്കായിരിക്കില്ല. ഇവിടെയും ഒരു കാര്യം പറയാം, ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം കാണുന്നത് ആദ്യത്തെ 90 ദിവസം ഗവൺമെൻറ്റിനെ വിമർശിക്കാറില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ 3 മാസത്തെ പ്രവർത്തനം കഴിഞ്ഞാണ് ഇതിൻ്റെ ആ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ടാണ് വിമർശനത്തിലേക്ക് ശക്തമായി വരുന്നത്. നമ്മുടെ രാജ്യത്ത് അതൊന്നും നടക്കത്തില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നടക്കാത്തത് പോട്ടെ, തുടക്കത്തിലേ തന്നെ വലിയ ശത്രുതാപരമായ നിലപാടിലേക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും പോയാൽ അത് തീർച്ചയായിട്ടും ഒരു ആരോഗ്യപരമായ ഒരു ഹെൽത്തി ഡിസ്കഷനിലേക്ക് പോകില്ല. ഇന്നത്തെ കാര്യത്തിൽ ഇനിയുണ്ടാകുന്ന മറുപടി ചർച്ചകൾ ഉൾപ്പെടെ ഇതെല്ലാം മഞ്ജുഷ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്നാണ് തോന്നുന്നത്. ശരി, നന്ദി ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സേനാപതി വേണു, ശ്രീ ഷാബു പ്രസാദ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം, ലോക്സഭയിലെ രാഹുലിന്റെ പ്രസംഗം ഹിന്ദുക്കളെ അപമാനിക്കുന്നുവെന്ന BJP അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 36% പ്രേക്ഷകർ, ഇല്ല എന്ന് 62%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.